എന്നാടി പ്രശ്നം? ഓ എനിക്ക് ഭയങ്കര വയറുവേദന എടുക്കാടാ. ഒരു പാരസെറ്റമോൾ എടുക്കട്ടെ? ഒരു പാരസെറ്റമോൾ എടുക്കട്ടെടി. 1957 ജനുവരി 10 നടക്കുന്ന യോഗ. എന്റെ പൊന്നറിന്റെ ഓവറൊക്കെ കുറച്ച് വെള്ളം കുടിച്ച് റെസ്റ്റ് എടുക്കാൻ നോക്ക്. വെള്ളം ശരിയാവില്ല. നിന്റെ 2 പാരസെറ്റമോൾ ഉണ്ടാവും. എനിക്കൊരു പാരസെറ്റമോൾ വേണം. ഒരു പാരസെറ്റമോൾ. ഹലോ അമ്മേ. എന്നാടി മോളെ? അമ്മയ്ക്ക് സുഖമാണോ? ഓ എന്ത് പറയാനമ്മേ, മനസ്സിനൊന്നും ഒരു സുഖമില്ല. ഓ അതൊന്നും കാര്യമാക്കണ്ട. നീ ചോറുണ്ട് കഴിഞ്ഞിട്ടേ ഒരു പാരസെറ്റമോൾ എടുത്ത് കഴി. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും കണ്ടതിനും കാണാത്തതിനും പാരസെറ്റമോൾ എടുത്ത് കഴിക്കുന്നത് പൊതുവേ നമ്മൾ മലയാളികളുടെ ഒരു വീക്ക്നെസ് ആണ്. ഒരു ചെറിയ തലവേദന വന്നാൽ പാരസെറ്റമോൾ കഴിക്കണം. പനിക്കുന്നുണ്ട് എന്നൊന്ന് തോന്നിയ പാരസെറ്റമോൾ കഴിക്കണം. മേലുവേദനയോ കാലുവേദനയോ കഴുത്ത് വേദനയോ ഉണ്ടെങ്കിൽ ഉറപ്പായും പാരസെറ്റമോൾ കഴിച്ചിരിക്കണം. എന്നതാ ഇത് കേൾക്ക്. സെൻട്രൽ ഡ്രഗ് റെഗുലേറ്റർ റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് പാരസെറ്റമോൾ ഉൾപ്പെടെയുള്ള 50-ലധികം മരുന്നുകൾക്ക് ഗുണനിലവാരമില്ല. സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ ഓഗസ്റ്റിലെ ഡ്രഗ് അലർട്ട് പ്രകാരമാണ് വിവിധ കമ്പനികളിൽ നിന്നുള്ള മരുന്നുകൾക്ക് ഇത്തരത്തിൽ ഗുണനിലവാരമില്ല എന്ന് കണ്ടെത്തിയത്. പാരസെറ്റമോൾ മാത്രമല്ല, പാൻ ഡി, കാൽസ്യം വൈറ്റമിൻ D3 സപ്ലിമെന്റുകൾ, പ്രമേഹത്തിനുള്ള മരുന്നുകൾ എന്നിവ ഉൾപ്പെടെ 48 മരുന്നുകൾക്ക് ഗുണനിലവാരമില്ലെന്നാണ് രാജ്യത്തെ സെൻട്രൽ ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി കണ്ടെത്തിയിരിക്കുന്നത്. ഈ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് രാജ്യത്തെ ഡ്രഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ഓരോ മാസവും നടത്തുന്ന റാൻഡം സാമ്പിളിംഗിന്റെ അടിസ്ഥാനത്തിലാണ്. ഹെട്രോ ഡ്രഗ്സ്, ആൽക്കെയിം ലബോറട്ടറീസ്, ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക്സ് ലിമിറ്റഡ്, കർണാടക ആന്റിബയോട്ടിക്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ്, മെഗ് ലൈഫ് സയൻസസ്, പ്യൂർ ആൻഡ് ക്യൂർ ഹെൽത്ത് കെയർ തുടങ്ങിയ കമ്പനികളാണ് മേൽപ്പറഞ്ഞ മരുന്നുകൾ നിർമ്മിച്ചത് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ പറഞ്ഞ കമ്പനികളൊക്കെ തന്നെ മരുന്നുകളുടെ അവകാശം നിഷേധിച്ചു എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ വർഷം ഫെബ്രുവരിയിൽ എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ പാരസെറ്റമോളിന്റെ ഉപയോഗത്തെ കരളിന്റെ തകരാറുമായി ബന്ധമുള്ളതായി കണ്ടെത്തിയിരുന്നു. അതായത് വേദനയും പനിയും പെട്ടെന്ന് മാറുമെന്ന വിശ്വാസത്തിൽ ഈ മരുന്ന് അമിതമായി കഴിച്ചാൽ നല്ല പണി കിട്ടുമെന്നർത്ഥം. ഇതിന്റെ പരിശോധനയ്ക്ക് വേണ്ടി എലികളിൽ നടത്തിയ ഒരു പഠനത്തിൽ അവയവത്തിന്റെ ശരിയായ പ്രവർത്തനത്തിൽ പാരസെറ്റമോൾ ദോഷകരമായ രീതിയിൽ ഇടപെടുന്നതായാണ് ഗവേഷകർ കണ്ടെത്തിയത്. അമിതമായി വേദന അനുഭവിക്കുന്ന പേഷ്യൻസിന് ഒരു ദിവസം 4 ഗ്രാം പാരസെറ്റമോൾ ആണ് നോർമലായ ഡോസ്. അതുകൊണ്ട് തന്നെ കാഷ്വലായ പാരസെറ്റമോളിന്റെ ഉപയോഗം ജീവന് വരെ ആപത്തായേക്കാവുന്ന രീതിയിൽ ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുമെന്ന് FDA മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2022 നടത്തിയ ഒരു പഠനത്തിൽ ഈ മരുന്നിന്റെ ഉപയോഗം ഹൈ ബ്ലഡ് പ്രഷറിന് കാരണമാകുന്നുവെന്നും റിപ്പോർട്ട് ചെയ്തു. പഠനങ്ങൾ ഒരുപാട് പുറത്തിറങ്ങുന്നുണ്ടെങ്കിലും മുടി മുതൽ കാലിന്റെ നഖം വരെയുള്ള മലയാളികളുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമായി പാരസെറ്റമോൾ നമ്മളെ അടക്കി വാഴുന്നുണ്ട്. സൂക്ഷിക്കണം, മരുന്നാണ്, മിഠായി അല്ല.